ഇതുണ്ട് നമ്മൾ ഡ്രയറിൽ ഉണക്കിയതാണ്. ഇതൊക്കെ ചക്കപ്പഴം, വരിക്കച്ചക്കയാണിത്. കൂഴച്ചക്ക നമ്മൾ പേസ്റ്റ് ആക്കിയിട്ടാണ് ഉണക്കുന്നത്. ഇത് വരിക്കച്ചക്ക. ഇത് നമുക്ക് മിഠായി രൂപത്തിൽ ഉപയോഗിക്കാം. ഇത് നല്ലോണം ഉണങ്ങിക്കഴിഞ്ഞ് നമുക്ക് 1.5 വർഷം വരെ കേടുകൂടാതിരിക്കും. മിഠായിക്ക് പകരം പിള്ളേർക്കായാലും എടുത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. ഇത് നമ്മുടെ മാങ്ങ, പച്ചമാങ്ങ ഉണക്കിയത് കേട്ടോ. എന്താ ക്രിസ്പിയാണ്. ഇത് നമുക്ക് പൊടിച്ചുപയോഗിക്കാം. ഇനി മാങ്ങ കറി വെക്കണമെങ്കിൽ ഇത് വെള്ളത്തിലിടുക, കുറച്ച് പഴയ രൂപത്തിലാകും, മാങ്ങയുടെ പഴയ രൂപത്തിലാവും. അന്നേരം നമുക്ക് അതും ഉപയോഗിക്കാം. അങ്ങനെ ഏത് സാധനവും, പുളിയായാലും മാങ്ങയായാലും ചക്കയായാലും കപ്പയായാലും ഏത് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന സാധനമാണെങ്കിലും അത് തന്നെ. ഇത് പഴുത്ത മാങ്ങ എന്ന് വെച്ചാൽ പഴുത്ത മാങ്ങ നല്ല സൂപ്പറല്ലേ. എന്താ ഇത് നമ്മുടെ കറക്റ്റ് ക്യാൻഡിയാണ്. ഇത് നമുക്ക് പിള്ളേർക്കൊക്കെ ഒരു മിഠായി ആയിട്ട് ഉപയോഗിക്കാം. നമുക്ക് കൊടുക്കാൻ പിള്ളേർക്ക് പാതരമുണ്ട്, പുളിയുണ്ട്, എല്ലാ രീതിയിലും. അവരവരുടെ വീട്ടിലുള്ള സാധനങ്ങൾ വേസ്റ്റ് ആക്കാതെ സീസൺ അല്ലാത്ത സമയത്ത് നമ്മൾ കഴിക്കാൻ പറ്റും. അപ്പം അത് നിങ്ങളെ വീട്ടിൽ ഇത് അരിഞ്ഞിവിടെ കൊണ്ട് തന്നു കഴിഞ്ഞാൽ നമ്മളത് ഉണക്കി തരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.